ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ മെട്രോ സ്പൈസസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള കടല മസാലയല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഈ വീഡിയോയിൽ നമ്മൾ ആ കടല മസാല എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ അത് പ്രസ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചുമ്മാ ഇരിക്കുമ്പം കഴിക്കാൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കടല മസാല. അപ്പോൾ ഈ കടല മസാല എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ നോക്കുന്നതെന്ന്. കടല എടുത്തു വച്ചിരിക്കുന്ന ഈ പാത്രത്തിൻ്റെ വെയിറ്റ് ഒഴിവാക്കിയാൽ ഏകദേശം 210 ഗ്രാം കടല വരും. ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിമാവ്. അപ്പോൾ നമുക്കിതുപോലത്തെ ഈ ഒരു മെഷറിങ് സ്പൂൺസൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതിനോട് ചേർക്കാം. വെളുത്തുള്ളി ചിലയിടത്തൊക്കെ നമ്മൾ ഈ ഒരു മസാല വാങ്ങുമ്പോൾ അതിനകത്ത് വെളുത്തുള്ളി കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് വെളുത്തുള്ളി കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് തീരെ അങ്ങ് ലൂസാകാതെ കുറച്ച് കട്ടിക്ക് നല്ല രീതിയിൽ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ കപ്പലണ്ടി കൂടെ ഇതിനകത്ത് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിന് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരിയാൽ മതിയാവും. പിന്നെ ശ്രദ്ധിക്കുക, ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആൾറെഡി വറുത്ത കപ്പലണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് വറുത്ത കപ്പലണ്ടി എടുക്കാനായിട്ട് നോക്കുക. ഇല്ല പച്ച കപ്പലണ്ടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിലൊന്ന് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചൊന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പം ഞാനിവിടെ വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതുപോലെ നമ്മൾ എണ്ണയിലിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കോരുകയാണെങ്കിൽ നമ്മുടെ മസാല കപ്പലണ്ടി റെഡിയായി. ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ആയിട്ടൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.